നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയോട് ചേർന്ന് വരുന്ന അത്ഭുതകരമായ വൈകുണ്ഠ ഏകാദശിയാണ്. ഇന്ന് ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവരും ഇനി പറയുന്ന വിഷ്ണു ഭഗവാന്റെ ഈ പേര് ചൊല്ലിയാൽ മാത്രം മതി എത്ര ദരിദ്രനും വളരെ വലിയൊരു കോടീശ്വരനായി തീരുന്നതാണ്. ഓരോ മാസത്തിലെയും ഏകാദശി ദിവസം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട വഴിപാട് രീതികൾ, നാമജപങ്ങൾ, മന്ത്രജപങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് എല്ലാ ഏകാദശിയിലും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ പോലും ഈ ഒരു വൈകുണ്ഠ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ എല്ലാ ഏകാദശിയും നോറ്റ ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും എല്ലാവർക്കും ചിലപ്പോൾ ഏകാദശി വ്രതം എടുക്കുവാൻ സാധിച്ചെന്നു വരില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചെന്നും വരില്ല. ഇങ്ങനെ വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും ഇന്ന് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവരും വിഷ്ണു ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലിയാൽ മാത്രം മതി. മുറപ്രകാരം വ്രതം അനുഷ്ഠിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിഷ്ണു ഭഗവാന്റെ ആ തിരുനാമം ഏതാണെന്നും അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും വാരിക്കോരി നൽകുവാൻ കഴിവുള്ള ദേവനാണ് വിഷ്ണു ഭഗവാൻ. ഇപ്പോൾ പറയുന്ന ഈ ഒരു തിരുനാമം ചൊല്ലുന്നത് മൂലം നിങ്ങൾക്ക് കോടീശ്വര യോഗം ലഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം ഉടനടി തന്നെ നടന്നു കിട്ടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാമം ചൊല്ലുന്നതിന് മുൻപായി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആഗ്രഹമോ അല്ലെങ്കിൽ ആവശ്യമോ സാധിക്കണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്തി തരണേ ഭഗവാനെ എന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. നാമജപം എന്നാൽ ഈശ്വരന്റെ പേര് റിപ്പീറ്റഡായി ചൊല്ലുന്നതിനെയാണ് നാമജപം എന്ന് പറയുന്നത്. വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നാൽ ഇഹലോക സുഖങ്ങളെല്ലാം തന്നെ നമുക്ക് നേടിത്തരുന്ന ഒന്നാണ്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നമുക്ക് ആവശ്യമായതെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി നമുക്ക് മോക്ഷം നൽകിയും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലുന്നതിലൂടെ ഇഹലോക ജീവിതത്തിൽ ആവശ്യമായതെല്ലാം തന്നെ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് മോക്ഷം ലഭിക്കുന്നതിനുള്ള വഴികളും ഭഗവാൻ തന്നെ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നതാണ്. ഇനി ഈ തിരുനാമം ചൊല്ലിയാൽ നമുക്ക് മോക്ഷം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. കാരണം ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. നാമജപം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കുന്നതുമാണ്. അതും ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സമയത്ത് ഈ നാമജപങ്ങൾ ചെയ്യുന്നതിലൂടെ കോടി മടങ്ങ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ്. എന്നാൽ ഇന്ന് ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലുന്നതിലൂടെ കോടി മടങ്ങ് എന്ന് പറയുന്നതിനേക്കാൾ പല കോടി മടങ്ങ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു നാമജപം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈശ്വരന്റെ തിരുനാമം ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അതായത് ഈ തിരുനാമം ചൊല്ലുന്നതിന് കുളിക്കണമെന്ന നിർബന്ധമില്ല. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഈ തിരുനാമം ധൈര്യമായി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അങ്ങനെ എവിടെ ഇരുന്നും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി ഏത് സമയത്താണ് ഈ തിരുനാമം ചൊല്ലേണ്ടതെന്നാൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഏത് സമയത്തും ഭഗവാന്റെ ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. സാക്ഷാൽ വിഷ്ണു ഭഗവാന് ലക്ഷത്തിൽ കൂടുതൽ പേരുകളാണുള്ളത്. അതിൽ 1000 നാമങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതാണ് വിഷ്ണു സഹസ്രനാമം. ഈ 1000 തിരുനാമങ്ങളിൽ വിഷ്ണു ഭഗവാന് വളരെയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട 12 നാമങ്ങളുണ്ട്. ഈ 12 തിരുനാമങ്ങളും അതിസൂക്ഷ്മത നിറഞ്ഞ തിരുനാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 12 തിരുനാമങ്ങളും ഇന്ന് വൈകുണ്ഠ ഏകാദശി ദിവസം 108 തവണ ചൊല്ലിയാൽ മാത്രം മതി. ഏകാദശി വ്രതമെടുത്ത പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 12 തിരുനാമങ്ങളും 108 തവണ ചൊല്ലുവാൻ ഏകദേശം അരമണിക്കൂർ പോലും നമുക്ക് ആവശ്യമില്ല. മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇതിലും വളരെ എളുപ്പത്തിലുള്ള മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും എല്ലാവരും
ഭഗവാന്റെ ഈ തിരുനാമം ഇന്ന് ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭക്തിയോടുകൂടി ചൊല്ലുക. ഇനി തിരുനാമം ചൊല്ലുമ്പോൾ തെക്കുദിശ ഒഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഭഗവാന്റെ ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി തറയിലിരുന്നാണ് ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്ന് നിങ്ങൾക്ക് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിലിരുന്ന് ചൊല്ലുവാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ക്ഷേത്രത്തിലിരുന്നും അതുപോലെ തന്നെ കസേരയിലിരുന്നും തിരുനാമം ചൊല്ലുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി 108 തവണ എണ്ണം കൃത്യമായി ചൊല്ലുവാൻ നിങ്ങൾക്ക് ജപമാലയോ അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ടമോ അതുമല്ലെങ്കിൽ 108 പൂക്കളോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി 108 തവണ ഈ തിരുനാമം ചൊല്ലുമ്പോൾ അതിനിടയിൽ ആരും തന്നെ നിങ്ങളെ ശല്യപ്പെടുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ നല്ലതുപോലെ സങ്കല്പിച്ച് ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതായത് മനസ്സിൽ മറ്റൊരു ചിന്തയും കടന്നുകൂടാതെ പൂർണ്ണ ഭക്തിയോടുകൂടി ഏകാഗ്രതയോടെ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ സങ്കല്പിച്ച് ഈ തിരുനാമം ചൊല്ലിയാൽ മിന്നൽ വേഗത്തിൽ അതിനു ഫലം ലഭിക്കുന്നതാണ്. ഇനി ചൊല്ലേണ്ട ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, വിഷ്ണു, മധുസൂദന, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര. ഇതാണ് ഭഗവാന്റെ ആ 12 തിരുനാമങ്ങൾ. ഈ പറഞ്ഞതിൽ ഓരോ പേരും തനിയെ 108 തവണ ചൊല്ലേണ്ട ആവശ്യമില്ല. കേശവ മുതൽ ദാമോദര വരെ ചൊല്ലുമ്പോഴാണ് ഒരെണ്ണം പൂർത്തിയാകുന്നത്. ഇങ്ങനെ 108 തവണയാണ് ചൊല്ലേണ്ടത്. ഒരു പേപ്പറിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ ഇത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇനി മുതിർന്നവർ കുട്ടികളോടും ഇത് ചൊല്ലുവാൻ പറയുക. പഠിക്കുന്ന കുട്ടികൾ ഈ തിരുനാമം ചൊല്ലുന്നതിലൂടെ നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് അറിവും അല്ലെങ്കിൽ ജ്ഞാനവും വർദ്ധിക്കുന്നതാണ്. ഇനി വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഇന്ന് വൈകുണ്ഠ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവരും മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. വ്രതമെടുക്കുന്നവർക്കും എടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ഭഗവാന്റെ ഈ തിരുനാമങ്ങൾ ചൊല്ലാവുന്നതാണ്. തീർച്ചയായും ഈ തിരുനാമങ്ങൾ ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ സകലവിധ ഉയർച്ചയും അഭിവൃദ്ധിയും ഐശ്വര്യവും അതിലുപരി നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതുമാണ്. മാത്രമല്ല മരണശേഷം മോക്ഷം ലഭിക്കുകയും ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.